നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം ഉച്ചയോടടുത്ത സമയത്ത് വാത്സല്യ ഭവനത്തിൽ കർത്താവിദാസൻ പരദേശിയായി പാർക്കുന്ന ഈ ഭവനത്തിൽ കടന്നു വരുവാനും മഹനീയം ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഈ പുല്ലരിക്കുന്നതിൽ ഇപ്രകാരം ഒരു പ്രയർ തുടങ്ങുവാൻ ദൈവമായ കർത്താവ് തൻ്റെ ദാസനെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ പകലിൽ അതിൽ ഭാഗമാക്കാവുവാൻ അടിയനെയും കർത്താവ് ഒരുക്കുന്നതിനായി സ്തുതിക്കട്ടെ. അല്പസമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പകലിൽ അങ്ങയുടെ പാദമെടുത്ത് നിൽക്കുമ്പോൾ നിന്റെ കൃപ ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകരുന്നതിനായി സ്തോത്രം. നല്ല സന്ദേശം നൽകുന്നതിനായി സ്തോത്രം. ദാസനെയും ദാസിയെയും ഇങ്ങനെ അനുഗ്രഹിച്ചാണ്ട് ഇതുവരെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ ആമേൻ സ്തോത്രം. കൃപ നൽകുന്നതിനായി അല്പസം ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സ്തോത്രം. ഈ വചനം നമുക്ക് എല്ലാവർക്കും വളരെ കാണാപ്പാടവും സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ പഠിച്ച് നിശ്ചയം പ്രാപിക്കുന്ന ഒരു വചനമാണ്. സ്തോത്രം. ഞാൻ എൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ വിരമിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. മറിയുടെയും മാർത്തയുടെയും ഭവനം, ലാസർ എന്ന് പറഞ്ഞ സഹോദരൻ യേശു വളരെ ആഴമായി സ്നേഹിക്കുകയും സന്ദർശിക്കുകയും ചെയ്ത ആ വാത്സല്യ ഭവനത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗം കടന്നു വന്ന് താൻ സ്നേഹിക്കുന്ന ആ കുടുംബത്തിൽ ആ യൗവനക്കാരനെ രോഗം പിടിപെടുകയും പല വൈദ്യന്മാരാലും ഒക്കെ ആശ്രയിച്ചുവെങ്കിലും കർത്താവിനെ വരെ ആശ്രയിച്ചു. രോഗം കാഠിന്യമായി മൂർച്ഛിച്ച് മരണത്തിനടുക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ ആ സഹോദരിമാര് ആളെ പറഞ്ഞു വിടുവാൻ്റെ ആവശ്യം. കൂടെ വന്നുകൊണ്ടിരുന്ന യേശു ആ ഭവനത്തെ വരാതെ താൻ ആയിരുന്ന ഇടത്ത് ചില ദിവസങ്ങൾ പിന്നെയും തങ്ങുവാനിടയായ സ്തോത്രം. ഇങ്ങനെ പറയുന്ന ഈ രോഗം മരണത്തിനായിട്ടില്ല, ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. എന്തുമാകട്ടെ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ യേശുവിനെ വിളിക്കുവാൻ കാണിച്ച മനസ്സ്, ആ സമർപ്പണം, യേശുവിലുള്ള വിശ്വാസം പിന്നത്തേതിൽ അത് വലിയ വിജയം കൈവരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവര് ആ യേശു വരാതെ നിരാശയിൽ മറ്റ് ആ മത നേതാക്കന്മാരെ പുരോഹിതന്മാരെ വിളിച്ച് ആ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുകയും 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ആ ഭവനം വെച്ച് ലക്ഷ്യം വെച്ച് യാത്ര തുടരുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് മാർത്ത പറയുന്നത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. ഇന്ന് പകൽ എനിക്ക് ഈ വചനത്തിലൂടെ ഒരു സന്ദേശം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ, ലോകത്തിൽ, കോട്ടയം പട്ടണത്തിൽ അനേക കുടുംബങ്ങളെ നോക്കിയാൽ ഈ ലാസറിനെ പോലെ അടയ്ക്കപ്പെട്ട, ജീവിതത്തിൽ നന്മ കാണാൻ കഴിയാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ട, ദുർഗന്ധം ഭമിച്ച രീതിയിൽ ഇരിക്കുന്ന അനേക കുടുംബങ്ങളെ കാണാൻ കഴിയും. അനേക വ്യക്തികളെ കാണാൻ കഴിയും. എന്തായിത്തീരും എന്റെ കുഞ്ഞിന്റെ അവസ്ഥ, എന്റെ തലമുറയുടെ അവസ്ഥ എന്തായിത്തീരും? ആയിരിക്കുന്ന അളവിൽ ഒരു നന്മ കാണാൻ കഴിയാതെ വണ്ണം നീറിപ്പുകയുന്ന മാതാപിതാക്കന്മാർ, നീറിപ്പുകയുന്ന സഹോദരന്മാർ, നീറിപ്പുകയുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ. ആമേൻ. ഇന്ന് പകൽ എനിക്ക് ഈ വചനത്തിലൂടെ പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. നീ നീറിപ്പുകയുന്ന ചീഞ്ഞു നാറുന്ന വിഷയത്തിൽ നിനക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒറ്റേ ഒരു മാർഗമേയുള്ളൂ. ആമേൻ. യേശുവിനെ നിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ആമേൻ. സകല നാമത്തിനും മേലായ നാമം,
ഭൂലോകരുടെയും അതുപോലെ മുഴങ്കാലുകൾ അവന്റെ മുൻപിൽ മടങ്ങും. ആമേൻ. സ്തോത്രം. കർത്താവൻ ലോകത്തിൽ കഷ്ടമുള്ള ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്നു പകൽക്കാലം നിനക്ക് ജയിപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, മദ്യം, മയക്കുമരുന്ന് എന്നു വേണ്ട ദുഷിച്ച രീതിയിൽ പോകുന്ന ആമേൻ ഭവനമാണെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സുഹൃത്തെ. യേശുവിനെ നീ അറിയുക, യേശുവിനെ ഭവനത്തിലേക്ക് വിളിക്കുക. നിന്റെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. കർത്താവ് വന്നപ്പോൾ പറയാ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ആമേൻ. സ്തോത്രം. ആ അധ്യായത്തിൽ 32-ാം അധ്യായത്തിലും മറിയ എന്ന് പറയുന്ന സഹോദരി പറയുന്നത് അത് തന്നെയാണ്. ആമേൻ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അതിന്റെ കാരണം ആ ഭവനത്തിന്റെ അകത്തെ ഐക്യത, ആ ഭവനത്തിന്റെ അകത്തെ ഒരുമനപ്പെട്ടുള്ള ആമേൻ പ്രാർത്ഥനയും യാതനയും, പരസ്പരം കുറ്റം വിധിക്കുകയല്ല, പരസ്പരം വിധിക്കുകയല്ല. ആമേൻ. സ്തോത്രം. രണ്ടുപേരും ആ ഭവനത്തിൽ നേരിട്ട കഷ്ടതയിൽ സഹോദരന്റെ വേർപാടിൽ പരസ്പരം കുറ്റം പറഞ്ഞ് ആമേൻ ആമേൻ പിണങ്ങിയിരിക്കാതെ ഐക്യമായി നിന്നുകൊണ്ട് പറയുക, കർത്താവേ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ആമേൻ. സ്തോത്രം. ഇങ്ങനെ പറയുന്നു. എന്തിയാ? ആമേൻ. സ്തോത്രം. നീ ഇവിടെ എന്താ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മരിക്കും. ഇപ്പോഴും അവർ പറയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് കൽപ്പിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശു എന്ത് കൽപ്പിച്ചാലും യേശുവിനെ ഭവനത്തിലേക്ക് വിട്ട പിതാവായ ദൈവം ഇപ്പോഴും പ്രവർത്തിപ്പാൻ ശക്തനാണ്. യേശു പറയുന്ന കാര്യത്തിൽ പിതാവായ ദൈവം തനിക്ക് മറുപടി നൽകുമെന്ന് ആമേൻ ഈ സഹോദരിമാർ ഒരുമനപ്പെട്ട് പറയുകയാ. ഇന്ന് പകൽക്കാലം ലോകത്തിലെ പ്രഭുക്കന്മാർ പറയുന്ന പോലെയല്ല, നേതാക്കന്മാർ പറയുന്ന പോലെയല്ല. ആമേൻ. മന്ത്രിയോ MLA അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായി ലോകത്തെ ഭരിക്കുന്ന അധികാരികൾ പറയുന്ന പോലെയല്ല. ലോകത്തെ ഉണ്ടാക്കിയ കർത്താവ് പിതാവായതിന് ഓമന പുത്രൻ പറയുന്ന വാക്കിനെ കേട്ട് അതിന് മറുപടി നൽകുന്ന ആമേൻ ഒരു കർത്താവിനെയാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറ അനുഭവിക്കേണ്ട, നീ അനുഭവിക്കേണ്ട നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഏത് പടുകൂറ്റൻ തടങ്കൽ പാറയാണെങ്കിലും യേശു വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റുവാൻ കർത്താവിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. യേശു ചോദിക്കുന്നു, അവനെ വെച്ചത് എവിടെ? സഹോദരിമാർ പറയുന്നു, ഗുരുവേ, കർത്താവെ പോകണ്ട, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചു തുടങ്ങി. ഇന്ന് പകൽക്കാലം ലോകം നാറ്റം വെച്ച് ദുർഗന്ധം ഭമിക്കുന്നുവെന്ന് പറഞ്ഞ് തള്ളുന്ന വിഷയത്തിൽ ആമേൻ തന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ ജീവശ്വാസം ഊതപ്പെട്ട മനുഷ്യൻ, അവൻ ചീഞ്ഞ് നാറിയാലും ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ നിർമ്മിച്ചവന് വിഷയമല്ല. അവൻ മാറോട് ചേർത്ത് പിടിക്കുവാനിടയാം. സ്തോത്രം. കുഷ്ഠരോഗിയെ മാറോട് ചേർത്ത് പിടിച്ചവൻ, മുടന്തനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവം ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണോ? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് ആ ഭവനത്തിൽ, ആ ഗ്രാമത്തിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അനേക ആമേൻ പ്രിയപ്പെട്ടവർ അനേകരവിടെ തടിച്ചുകൂടി. സ്തോത്രം. അങ്ങനെ കർത്താവും ശിഷ്യന്മാരും തന്നെ ആമേൻ അനുഗമിക്കുന്ന പ്രിയപ്പെട്ട ജനവും ആ ഭവനത്തിൽ ആമേൻ ഇരിക്കുമ്പോൾ ആമേൻ കവർന്നഭൂമിൽ ചെന്ന് ആ വീട്ടിൽ ഉണ്ടെന്ന ശ്രുതി ഉടനെ വാതിൽകൾ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. സ്തോത്രം. അങ്ങനെ തിരുവചനം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് വീട്ടിനകത്ത് അനേക രോഗികളെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ 4 പേര് ഒരുവനെ കിടക്കയോടെ കട്ടിലോടെ ചുമന്നുകൊണ്ട് വരികയാ. അവർ നോക്കിയപ്പോൾ യേശു വീടിനകത്താണ്. ആ വീട്ടിനകത്ത് അവനെ കയറ്റുവാൻ നിവൃത്തിയില്ല. ഇങ്ങനെ വായിക്കുന്നു, ആ വീടിന്റെ മേൽക്കൂര പൊളിക്കുവാനിടയായി. ഇന്ന് പകൽ
യേശു ഇരിക്കുന്നിടത്ത്, യേശുള്ള ഭവനത്തിൽ അവൻ പ്രത്യാശയോടെ വിശ്വാസത്തോടെ കടന്നു വന്നാൽ, അവൻ വീട് പ്രശ്നമല്ല, ധനം പ്രശ്നമല്ല, ദൈവം തമ്പുരാൻ നിന്നെ വിടിവിപ്പാനുടയാം. സ്തോത്രം. അതിന് തടസ്സം, ഏത് തടസ്സത്തെ മാറ്റുവാൻ അധികാരമുള്ള കർത്താവ്. എന്നെ വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായത്, ആ ശുശ്രൂഷ അനുഭവിക്കുന്ന ദൈവ ആ ഭൃത്യൻ, ആ ഭവനത്തിന്റെ ഉടമസ്ഥൻ, അവൻ ഈ കൊണ്ടുവരുന്ന വ്യക്തികളെ കണ്ടു കഴിഞ്ഞപ്പോൾ യാതൊരു ചന്തലം കൂടാതെ തന്റെ വീടിന്റെ മേൽക്കൂര പൊളിക്കുവാൻ അനുവാദം കൊടുക്കുകയാണ്. ഇന്ന് പകൽ ജനം ഒരു വിഷയമല്ല, അവൻ മറ്റ് തടസ്സങ്ങളുടെ വിഷയമല്ല, യേശുണ്ടോ. ചില വിഷയങ്ങൾ ഇന്നു പകൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്നെ കിടത്തിക്കളയുന്ന, എഴുന്നേൽപ്പിക്കയിലും വാദിക്കുന്ന ചില വാദഗതികളെ സ്വർഗം ഇന്ന് പകൽ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് പകൽക്കാലം മറ്റൊരു ഭവനത്തെ കാണാൻ കഴിയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ആമേൻ കാനാവിലെ കല്യാണ വീട്, ആ വീട്ടിലെ ചരിത്രം പഠിക്കുമ്പോൾ യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് എന്ത് ചെയ്യാം, വീട്ടുടയവൻ ക്ഷണിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നീ ആരുമാകട്ടെ, ഏതു ജാതി, ഏതു കുലത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഒരേ ഒരു അപേക്ഷ ഞങ്ങൾക്കുള്ളൂ. നീ യേശുവിനെ ഒന്ന് നിന്റെ ഭവനത്തിൽ ക്ഷണിക്കാൻ തയ്യാറാണോ? ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് ആരും അറിയാതെ അവൻ ശൂന്യത വരുത്തി നീ അനുഭവിക്കുന്ന നന്മയെ തകർത്ത് തരിപ്പണമാക്കി, അതിനെ ഉന്മൂലമാക്കി ദേശത്ത് പരസ്യകരമാക്കുവാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ, ആമേൻ, ഒരേ ഒരു ആലോചന പറയാനുള്ള, യേശു നിന്റെ ഭവനത്തിലുണ്ടോ? നിന്റെ ശൂന്യതയോ മാറ്റാൻ പോകുകയാണ്. നമുക്കറിയാം, വിവാഹം നടത്തിയവരും വിവാഹം കഴിച്ചവരും ആമേൻ ആണ് ഈ വചനം ശ്രമിക്കുന്നത്. നമുക്കറിയാം, നാം ഉണ്ടാക്കുന്ന ഭക്ഷണം തീർന്നു പോയാൽ ഒരു വിവാഹ ശുശ്രൂഷ നടത്തുന്ന ആ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ, ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥം തീർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, പ്രയാസം പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വീഞ്ഞു തീർന്നു പോയപ്പോൾ വലിയ സംസാരമായി, ഇവൻ എന്തിനാ ഉണ്ടാക്കി, എന്തിനു വിളിച്ചു, എന്തിനാണ് ഇവൻ എന്തിയാ ഇത്ര ആർഭാടം ഉണ്ടാക്കിയത് എന്ന് പലരും പള്ളു പറഞ്ഞു ആ ഭവനം വിട്ട് പിന്തിരിയുമ്പോൾ യേശു പറയുക, അവൻ നീ മുന്തിരിങ്ങ വരിക്കാൻ പറഞ്ഞില്ല, മടുത്ത എന്തിയാ വീഞ്ഞ് വിൽക്കുന്നിടത്ത് പോകാൻ പറഞ്ഞില്ല. യേശു പറയുക, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, 2-3 പണവിധം കൊള്ളുന്ന 6 കൽപാത്രം നിന്റെ ഭവനത്തിന്റെ ഫ്രണ്ടിലുണ്ട്. നീ അതെടുക്കുക, കഴുകുക, എന്നിട്ട് എന്ത് ചെയ്യണം, വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ആരുമാകട്ടെ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഭയപ്പെട്ട് മാറി നിൽക്കാനല്ല, യേശു പറയുന്നത് ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ, മനസ്സ് വയ്ക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇങ്ങനെ പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനെ കഴിഞ്ഞും നല്ലതല്ലയോ? അതുകൊണ്ട് പകൽ അനുസരിക്കാൻ തയ്യാറാണോ? ആമേൻ. നിന്റെ ശൂന്യത മാറ്റാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന വേദനിപ്പിക്കുന്ന വിഷയത്തെ മാറ്റുവാൻ കർത്താവ് ശക്തനാ. പറയട്ടെ, ആ പാത്രം കഴുകി ക്ലിയറാക്കി അത് വക്കോളം നിറച്ചു. ആമേൻ. പറയാ, എന്ത് ചെയ്യണം, ഇനി കോരി എന്ത് ചെയ്യണം, വിരുന്നു വാഴി കൊടുക്കാൻ പറയാ. രുചിച്ച് നോക്കിയാറ് ഇത്രയും മേൽത്തരമായ വീഞ്ഞ് എന്ത് ചെയ്യാ, നീ എവിടെയായിരുന്നു വെച്ചിരുന്നത്? ഇന്ന് പകൽക്കാലം യേശു ഭവനത്തിൽ വന്നിട്ടുണ്ടോ, ക്ഷണിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. ഞാൻ എന്റെ വാക്കിന് ഇവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ യേശു വന്ന് അവൻ വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് അവൻ വിശ്രമിച്ച് മടങ്ങിപ്പോയ ഭവനത്തിൽ അവൻ ശത്രു പറഞ്ഞു, പിശാച് പറഞ്ഞു, ഇനി അവൻ വരത്തില്ല. അതുകൊണ്ട് ഈ ഭവനത്തെ എന്ത് ചെയ്യാ, ആർക്കും മാറ്റാൻ കഴിയാത്ത ആ തടങ്കൽ പാറ വെച്ച് അടച്ചുറപ്പാക്കി നിന്ന പാത്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവൻ വിളിച്ച അവൻ യാചിച്ചവന്റെ മുൻപിൽ കടന്നു വന്നു. എവിടെയാ വെച്ചം ചോദിച്ച് അവൻ ആ തടങ്കൽ പാറയെ മാറ്റി മരിച്ച നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. അവൻ ജീവനുള്ളവനായി തിരികെ കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം
ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആമേൻ. ഈ വചനത്തെ നീ ഏറ്റവും തയ്യാറാകുന്നുവെങ്കിൽ, എത്ര നാറ്റം വെച്ചാലും ഹല്ലേലൂയ. ദുഷിച്ചാലും കർത്താവ് അത് മാറ്റി അവൻ നിന്റെ കരത്തിൽ തരുവാൻ കർത്താവ് ശക്തനും പ്രാപ്തനുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരത്തിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം, നമ്മളെ ഒന്ന് സമർപ്പിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കട്ടെ. നിന്റെ വചനമായി നിൽക്കുവാൻ കർത്താവ് കൃപൊന്നിനായി സ്തോത്രം. ആമേൻ. വചനത്തിന്റെ ശക്തി ആമേൻ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന ജീവനങ്ങൾക്ക് രൂപാന്തരം പ്രത്യാശ നൽകണമേ. യേശുള്ള ഭവനങ്ങളൊക്കെ മാറ്റണമേ. ദാസനെ അതിനെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശബ്ദപരിധി ഞങ്ങൾ ശ്രമിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. നാമത്തിൽ അനുഗ്രഹിച്ചു പ്രതിയാൽ ആമേൻ സ്തോത്രം. മഹനീയം ഹോസ്പിറ്റൽ ആമേൻ ടൗൺ ചർച്ചിനെ ആമേൻ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ അതിൽ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഒന്നിനും കുറവില്ല നടത്തുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വളരെ താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവേ സ്തോത്രം. ആമേൻ.